ഇന്ത്യൻ ഭരണഘടനയെ സ്നേഹിക്കുന്ന നേരത്തെ ഷജീർ ഘോരം പ്രസംഗിച്ച ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ വാക്കുകളുടെ മൂല്യങ്ങളും എടുത്തു വെച്ചുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ നമുക്ക് അനുകൂലിക്കാൻ പറയുമ്പോൾ ഇങ്ങനെ വിഷമിച്ചിട്ട് അരമണിക്കൂർ ഇതിന് മാത്രം മറുപടി പെട്ടെന്ന് ഇതിന് മാത്രം തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഈ രാജ്യം സാമ്പത്തികമായി തകർന്നു പോകുന്നു എന്ന് ഹിൻഡൻബർഗ് പറഞ്ഞു. എനിക്ക് സമയം തന്നെ ഹിൻഡൻബർഗ് പറഞ്ഞപ്പോൾ അത് വിദേശ രാജ്യമാണ്, ഈ രാജ്യത്തെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണെന്ന് പറഞ്ഞു. ഗുജറാത്ത് കലാപം നടന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി കുറ്റകരമായ മൗനം പാലിച്ചു എന്ന് BBC-യുടെ ഡോക്യുമെൻ്ററി വന്നപ്പോൾ പറഞ്ഞു അത് വിദേശ രാജ്യത്തിൻ്റെ കുബുദ്ധിയാണ്, ഈ രാജ്യത്തെ തകർക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, സത്യപാൽ മാലിക് എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ 5 സംസ്ഥാനങ്ങളിലെ ഗവർണറായിരുന്ന ദേശീയ ഉപാധ്യക്ഷനായിരുന്ന സത്യപാൽ മാലിക് ഒരിക്കൽ പറഞ്ഞു, പുൽവാമ ആക്രമണത്തിൽ 50 ജവാന്മാരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണം നരേന്ദ്രമോദി എന്ന് പറഞ്ഞത് ഒരു BJP-കാരനാണ്. ഞാൻ ചോദിക്കട്ടെ, 50 ജവാന്മാരുടെ ജീവൻ കൊടുത്തത് അതൊരു വ്യാജ ഏറ്റുമുട്ടലാണ് എന്ന് പറഞ്ഞത് BJP-യുടെ ദേശീയ അധ്യക്ഷനാണ്. അപ്പോൾ ആരാണ് ശരിക്കുമുള്ള രാജ്യസ്നേഹി? പറയട്ടെ, ഞാൻ പറയട്ടെ, യഥാർത്ഥ രാജ്യസ്നേഹി ആരാണ്? രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്താൽ എന്താണ് തെറ്റ്? ഇദ്ദേഹത്തിന്റെ തള്ള് വാ തുറന്നാൽ തള്ളല്ലാതെ മറ്റൊന്നും പറയില്ല. യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ തെളിവ് രാഹുൽ ഗാന്ധി മാത്രമല്ല, ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും ചോദിക്കും. അത്രമാത്രം തള്ളാണ് പറയുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ജനറൽ നരവന പറയട്ടെ, ഞാൻ പറയുന്നത് ഫാക്ട് വെച്ചാണ്, ഇതുപോലെ തള്ളല്ല. ഞാൻ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എന്നല്ല പറയുന്നത്, അല്ല ഇടപെടണം. ഞാൻ നരവനയുടെ പുസ്തകത്തിൽ ഞാൻ ഫാക്റ്റാണ് പറയുന്നത്, ഇതുപോലെ തള്ളല്ല. ഞാൻ പറയട്ടെ, ആ പുസ്തകം ആമസോണിൽ ഉണ്ടായത് ഞാൻ പറയട്ടെ. നരവന പറഞ്ഞു ചൈനയിലെ 2-3 ടാങ്കർ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് വന്ന് ഈ രാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെയും സുരക്ഷാ ഉപദേഷ്ടാവിനെയും ആഭ്യന്തരമന്ത്രിയെയും വിളിച്ചു. അവർ ഫോൺ എടുത്തില്ല. തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നിരുത്തരവാദിത്വത്തോട് കൂടി പെരുമാറുന്ന ഒരു പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നത് യഥാർത്ഥ രാജ്യസ്നേഹം എന്താണ്? ചൈന എന്താ 2 ടാങ്കറുമായി പറയട്ടെ ഈ രാജ്യത്തിന്റെ മണ്ണ് കവർന്നെടുക്കാൻ വരുമ്പോൾ എന്ത് വേണമോ ചെയ്യട്ടെ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണോ യഥാർത്ഥ രാജ്യസ്നേഹം? ഞാൻ ചോദിക്കട്ടെ, ദേശീയ പതാക ഇമ്പോർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. അവസാനം കഴിഞ്ഞ ദിവസം പറയട്ടെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സമ്മിറ്റ് ഇത് അവസാനിപ്പിക്കാം. ഗ്ലോബൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സമ്മിറ്റ് ഇന്ത്യയിൽ വെച്ച് നടന്നു. അന്ന് ഗതികെട്ട ഇന്ത്യയുടെ അവസ്ഥ, ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യ അപമാനപ്പെട്ട ദിവസമായിരുന്നു. എന്താണ് സംഭവിച്ചത്? ചൈനയിൽ നിന്ന് ഒരു AI റോബോട്ട് 3 ലക്ഷം രൂപയ്ക്ക് വിലയ്ക്ക് വാങ്ങിയിട്ട് അവിടെ കൊണ്ട് പ്രദർശനം നടത്തിയിട്ട് പറഞ്ഞു ഇതാണ് ഈ രാജ്യത്തിന്റെ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് തള്ളി. അപ്പോൾ ചൈനയെ പോലും ആശ്രയിക്കുന്ന നരേന്ദ്രമോദിയാണോ ഈ രാജ്യത്തിന്റെ ഈ വലിയ ദേശസ്നേഹി എന്ന് പറയുന്നത്? ഇനി ഞാൻ പറയുന്നു അദ്ദേഹത്തിന്റെ തള്ള് നമ്മളാരും പറയുന്നതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഒരിക്കൽ പറഞ്ഞത് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രണ്ടാണ്. അദ്ദേഹത്തെ പല തെരഞ്ഞെടുപ്പിലും ഞാൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്, അദ്ദേഹത്തെ പലപ്പോഴായി ഞാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ ശിങ്കിടിയാണ് എന്ന് പറയുന്ന ഒരാള് എപ്സ്റ്റീൻ ഫയൽസിനകത്ത് നിങ്ങൾക്കറിയാമോ സൈക്കോ അല്ലെങ്കിൽ ഇതുപോലെ ലൈംഗിക കുട്ടികളെ പോലും മോശമായി പെരുമാറുന്ന ആളുകളെ രാജ്യത്തിന്റെ പെട്രോളിയം മന്ത്രി എപ്സ്റ്റീന്റെ വീട്ടിൽ പോയതിന് കൈ കണക്കൂല. അങ്ങനെ ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരെ എപ്സ്റ്റീന്റെ വീട്ടിൽ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവർക്ക് യഥാർത്ഥ രാജ്യസ്നേഹിയാകാൻ കഴിയുന്നതാണ് ചോദ്യം. ചോദ്യം ഉണ്ടോ? ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? യെസ് പ്ലീസ്. ചോദ്യം ഇനി അവസാന നിമിഷം ഇത് കഴിയുമ്പോഴായിരിക്കും മൈക്ക് ചോദിക്കുക. എല്ലാവരുടെ പുറകെ ഓടി നടക്കുക. ചോദിക്കാനുണ്ടോ? ചോദിച്ചോ. ഓണാണ്. നന്ദുവിനോടാണ് ചോദ്യം. ഓക്കെ. നാഷണൽ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് എന്നുള്ളൊരു ഫണ്ട് ഉണ്ടോ? അത് കേരളത്തിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് എത്രമാത്രം അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്? അത് എത്ര % ആണ് അത് അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഡിസാസ്റ്റർ ഫണ്ട് അത് ഉണ്ട്. അത് ഇപ്പോൾ വയനാടിനടക്കം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് അതെ എത്ര % ആണെന്ന് ഞാൻ നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ റെക്കോർഡ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ടില്ല. മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ ഏറ്റവും വലിയൊരു കലാമിറ്റി നടന്നൊരു സ്ഥലം കേരളം ഇന്ത്യയിലാണ് അല്ലേ? അപ്പോൾ അതിന് കൂടി നമുക്കൊരു ഉത്തരം തരേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഉത്തരം കേരളത്തിന്റെ ഹൈക്കോടതി എന്നോട് ഞാൻ പറയാം. ആ ചേച്ചി എന്നോട് ചോദിച്ച ചോദ്യം, അതിന് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ മറുപടി പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം അത് അങ്ങനെ ഒരു ഫണ്ട് ഉണ്ട്. ആ ഫണ്ട് കേരളത്തിനടക്കം അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ എത്ര % എന്നുള്ളത് എൻ്റെ ഇപ്പോൾ കണക്കില്ല. കുറച്ച് സമയം ഞാൻ നോക്കി പറയുകയും ചെയ്യാം. ഇനി അതില് നിങ്ങൾ പറഞ്ഞ നാഷണൽ കലാമിറ്റി ഫണ്ടിൽ വയനാട്ടിലൊന്നും അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റ്. അത് തെറ്റ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ
ഇവർ രണ്ടുപേരും അല്ല അനിലേട്ടാ ചോദിക്കാനുണ്ടോ ആർക്കെങ്കിലും? അനിലേട്ടാ നിങ്ങളിപ്പോ ഇവർക്ക് കുറെ സമയം കൊടുത്തു. നിങ്ങൾ എന്തിനാ മിണ്ടാതിരുന്നേ? മിണ്ടായിരുന്നില്ല, തമ്മിക്കിടന്ന് അടികൂടാൻ വയ്യാത്തോണ്ടാണ്. ഇവര് പറയുമ്പോ ഇവിടെ കുറെ ദേശീയ സുരക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഏതെങ്കിലും രാജ്യത്തിൽ വാഹനം ഓട്ടിച്ച് ബൈക്ക് ഓട്ടിച്ച് നേരെ വന്ന് ഇന്ത്യയുടെ സുരക്ഷ കടന്നു വന്ന് അവിടെ വന്ന് വെടിവെച്ചിട്ട് പോകുന്ന ഏതെങ്കിലും രാജ്യം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? ഇന്ത്യയുടെ അതിർത്തി കടന്ന് ബൈക്ക് ഓട്ടിച്ച് വന്ന് സ്ത്രീകളെ വെടിവെച്ചിട്ടിട്ട് പോവാണ്. അപ്പോൾ ഇന്ത്യയുടെ സുരക്ഷാ വീഴ്ചയല്ലേ? ആ സുരക്ഷാ വീഴ്ചയെ അംഗീകരിക്കാൻ എന്തുകൊണ്ട് BJPക്ക് കഴിയുന്നില്ല? ബൈക്ക് ഓട്ടിച്ചാണ് വന്നത്, ബൈക്ക് ഓട്ടിച്ചിട്ട് വന്ന് സ്ത്രീകളെ അടക്കം പറ്റി. എന്നിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട ആളുകൾ മരണപ്പെടുമ്പോൾ തിരിച്ച് യുദ്ധത്തിനങ്ങ് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ DYFI സമരം ചെയ്യുമ്പോൾ ഇവിടെ എവിടെയെങ്കിലും യുദ്ധം നടന്നാൽ നമ്മൾ സമരം ചെയ്താൽ ഉടനെ ഇവർ ആക്ഷേപിക്കുകയാണ്. എന്താണ് സമരം? അപ്പോൾ ഉടനെ ഇറങ്ങും. ഇപ്പോൾ കോൺഗ്രസ് ഒരു ആക്ഷേപിക്കും, BJPക്കാരും ആക്ഷേപിക്കും. എവിടെ സമരം നടന്നാലും അവിടെ നമ്മൾ DYFI സമരം നടത്തും. ഇപ്പോൾ എന്താണ് DYFI സമരം ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമല്ലേ? നമ്മൾ അടുക്കളയെ വരെ ബാധിച്ചില്ലേ? പാവപ്പെട്ട അപ്പുക്കുട്ടാണൻ്റെ കടയിൽ പോയി ചോദിക്കണം, അപ്പുക്കുട്ടാണ് ഇന്ന് എന്ത് കട തുറക്കാത്തതെന്ന് വെച്ചാൽ അപ്പുക്കുട്ടാണ് പറയും ഈ ഗ്യാസ് ഇല്ല മക്കളെ എന്ന്. ആ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ ഉത്തരവാദി ആര്? മറുപടി പറയണ്ടേ? ആ മറുപടി പറയേണ്ടതിന് പകരം ഇവിടെ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനാവശ്യമായ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്ന രീതി ശരിയല്ല. ഗ്യാസ് കിട്ടാത്തതിന് കാരണം ആര്? നന്ദു പറ, മറുപടി പറ. പറഞ്ഞില്ല. അവര് തമ്മിൽ യുദ്ധത്തിന്റെ കാര്യവും ഇറാനിൽ നിന്ന് രണ്ട് ടാങ്കറുകൾ വന്ന കാര്യവും എല്ലാം പറയാണ്. ടാങ്കറുടെ കാര്യം പറയാണ്. 2 ടാങ്കറാണോ വരേണ്ടത്? അങ്ങനെയാണോ? എന്നിട്ട് സമയമല്ല, നിങ്ങൾക്ക് ആവശ്യം പോലെ സമയം തന്നു. ഇവിടെ നിങ്ങൾ ചർച്ച കേട്ട ആളുകൾക്ക് അറിയാം, ആവശ്യം പോലെ രണ്ടാളുകൾക്ക് സമരം തന്നു. ഈ ഒരു ചർച്ച ഒരു വിഷയം ചോദിക്കുമ്പോ നന്ദു ഇടപെടാണ്, സജീർ ഇടപെട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഇതിന് മറുപടി പറയണ്ടേ? കാതലായ വിഷയത്തിൽ നിന്ന് വിഷയത്തെ വളച്ചൊടിച്ചോണ്ട് പോവല്ലേ? ഗ്യാസിന്റെ പ്രതിസന്ധി കാരണം ആര്? കേന്ദ്ര സർക്കാരല്ലേ? അത് നിങ്ങൾ സമ്മതിക്കണ്ടേ? പാവപ്പെട്ടവന്റെ വീട്ടിൽ അടുക്കള കത്തുന്നില്ല, അതിന് കാരണം നിങ്ങളല്ലേ? കേന്ദ്ര സർക്കാരല്ലേ? ഇവിടെ കുറെ ഫണ്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ക്ഷേമ പെൻഷന്റെ കാര്യം പറഞ്ഞു. ഇവിടെ നേരത്തെ നന്ദു മറുപടി പറയണം, പറയാതെ പോകാൻ കഴിയില്ല. ക്ഷേമ പെൻഷൻ 2000 രൂപ കൊടുക്കുന്ന കേരള സർക്കാരല്ലേ? എവിടെയാ മുടക്കം വന്ന കാര്യമൊക്കെ പറഞ്ഞു. പക്ഷെ കള്ളം നന്ദു എന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ചിലപ്പോ മുണ്ടെടുത്തോണ്ടിരിക്കുന്ന വയസ്സായ മാമന് പോലും ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ലേ? ആത്മാർത്ഥമായിട്ട് പറയും. 2000 രൂപ പെൻഷനാക്കി. ഞാൻ 2000 രൂപ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇതേപോലെ പാവങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാനം ഏതെങ്കിലും സംസ്ഥാനം ഇവിടെ പാവപ്പെട്ട വീട്ടമ്മമാർക്ക് ഞാൻ പറയട്ടെ, ഉണ്ടെങ്കിൽ അതിൽ കയറണം. ChatGPT ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ അതിൽ കയറണം. എന്നിട്ട് ഈ പറഞ്ഞ ചേട്ടൻ എന്നോട് ചോദിച്ച അതേ ചോദ്യം അതിനകത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധിയായ ലിസ്റ്റുകൾ വരും. അതിൽ നിന്ന് താങ്കളുടെ കേരളം എവിടെയാണെന്ന് കണ്ടെത്തുക. പോണ്ട. പാവപ്പെട്ട കുടിലിൽ കിടക്കുന്ന അമ്മമാർ അടുക്കളയ്ക്ക് പോയാൽ മതി. ആ കുടിലിൽ കിടക്കുന്ന അമ്മ പറയും, മക്കളെ 2000 രൂപ എനിക്ക് കിട്ടിയെന്ന്. അതാണ് കേരളത്തിലെ പാവപ്പെട്ട വീട്ടമ്മമാരുണ്ടല്ലോ, പാവപ്പെട്ട 35 ഒരു ചർച്ച മോശമാണത്. ഒരു ചർച്ച വന്ന് നമ്മൾ പറയുമ്പോ വീണ്ടും ഇടപെടെയാണ്. അത് ശരിയായ രീതിയല്ല. നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചു, ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. നിങ്ങളുടെ ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഗ്യാസിന്റെ പ്രതിസന്ധി കാരണം ആര്? മറുപടി പറയണ്ടേ? അതേപോലെ ക്ഷേമ പെൻഷൻ 2000 രൂപ കൊടുക്കുന്ന വേറെ ഏതെങ്കിലും സംസ്ഥാനം ഇന്ത്യയിലുണ്ടോ? മറുപടി പറ. വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടോ? മറുപടി പറയേ. അതേപോലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മത്സര പരീക്ഷയിൽ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്ന സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? സ്കോളർഷിപ്പ് കൊടുക്കാണ് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഏതെങ്കിലും സംസ്ഥാനം ഉണ്ടോ? എന്തോ മറുപടി പറയേ. അല്ലാതെ ഈ വന്നിന്ന് ചർച്ചയെ വളച്ചൊടിച്ച് വേറെ
രൂപത്തിൽ കൊണ്ടുവന്ന ശരിയായ രീതി. ശരി. അടുത്ത ചോദ്യമുണ്ടോ? ചോദിക്കാനുണ്ടോ? യെസ്, ചോദ്യങ്ങളിലേക്ക് വരട്ടെ. എന്റെ ചേട്ടൻ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. നിയമനിയോജക മണ്ഡലത്തിന്റെ കാര്യം മാത്രം സംസാരിക്കാതെ ഈ പാവപ്പെട്ട അറിവില്ലാത്ത നമ്മളെ പോലുള്ളവർക്ക് നിങ്ങൾ വെളിയിലേക്ക് സംസാരിച്ച് അറിഞ്ഞുകൂടാ. നമ്മൾ ഇവിടുത്തെ വികസനം, ഇവിടുത്തെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ശിവൻകുട്ടി ഇരുന്ന കാലം മുതൽ ഇവിടെ ചെയ്ത, ഇപ്പം തന്നെ ഇവിടെ എടുക്കാൻ 100 കുളങ്ങൾ ഇവിടെ 25-50 ലക്ഷം രൂപ മുടക്കി വൃത്തിയാക്കിയിട്ട് ആ കുളങ്ങൾ അതുപോലെ കിടക്കുന്നുണ്ട്, ഒരു ഉദ്ഘാടനം ചെയ്യാതെ ഈ നിയമം വാർഡിൽ. പിന്നെ രാജഭവനിൽ ഇരുന്ന സമയത്താണ് ഈ ആശുപത്രി വെള്ളയണിമുക്കിൽ ഒരു ആശുപത്രി പണിതത്, ലിറ്റിൽ സ്കൂളിൽ. പിന്നെ അത് കഴിഞ്ഞ് ശാന്തിവിള ആശുപത്രിയുടെ വികസനം തുടങ്ങിയത് രാജഗോപാലാണ്. അതിനുശേഷമാണ് ഈ ആയുർവേദ ആശുപത്രി വെള്ളാണിമുക്കിൽ കൊണ്ടുവന്നത് രാജഗോപാലാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുളങ്ങളൊക്കെ ഈ കോടിക്കണക്കിന് രൂപ മുടക്കി നാട്ടുകാരുടെ പൈസയിൽ മുടക്കി ചെയ്തിട്ട് അത് ഉദ്ഘാടനം ചെയ്യുകയോ ഒരു വികസനം ചെയ്യുകയോ, പഴയതിനെക്കാട്ടിയും അപ്പുറമായിട്ട് കിടക്കുന്ന 15 കുളം ഈ നേമം വാർഡിൽ ഞാൻ കാണിച്ചു തരും. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വരിക. അത്രയും മാത്രമേ എനിക്ക് പറയാം. നേമത്തെ വികസനമാണ്. കഴിഞ്ഞ തവണ 3500 വോട്ടിന് ജയിച്ചെങ്കിൽ ഇപ്പൊ 10000 വോട്ടിന് BJP ജയിക്കും. ഓക്കെ വലിയ പ്രതീക്ഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറഞ്ഞല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഞാൻ ചോദിച്ചു, ആവർത്തിച്ച് ചോദിച്ചു, UDF ബന്ധമുണ്ടോ എന്നുള്ളത്. SDPI ബന്ധം എന്താണ്? ഒരു വർഗീയവാദികളുടെ നമ്മളെ ലീഡർഷിപ്പ് തന്നെ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട, വോട്ട് വേണ്ട എന്ന് പറഞ്ഞ പ്രസ്ഥാനമാണ്. അതിൽ വേറെ ഒരു മാറ്റവും. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. അങ്ങനെയാണെങ്കിൽ നേമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി SDPIയുടെ ഇഫ്താർ വിരുന്നിൽ എന്തിനാ പങ്കെടുത്തത്? അല്ല, ഒരു മിനിറ്റ്. പ്ലീസ് ഒന്ന് ഇരിക്ക്. ചുമ്മാ തുടക്കം. SDPIയുടെ ഒരു മിനിറ്റ് പ്ലീസ്. SDPI സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ എന്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി പങ്കെടുത്തു? എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, അത് BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും CPI ആയാലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകൾ, സാമൂഹിക സാംസ്കാരിക രംഗത്തേക്കുന്ന ആളുകൾ മുഴുവൻ പേരും ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാറുണ്ട്. അത് പള്ളികളിൽ വിളിക്കുന്ന ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കാറുണ്ട്. അത് ഒരു പാർട്ടി നമ്മൾ ഇഫ്താർ നടത്താറുണ്ട്. SDPI നടത്തിയ അല്ലല്ലോ, അത് ഒരു ഓൺലൈൻ നവമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങൾ പറയാണ്. അത് SDPI ഒരു പള്ളിയിൽ നടത്തുന്ന, നിങ്ങളിപ്പോ പറയും ഒരു പള്ളിയിൽ ഇഫ്താർ വിരുന്ന് എല്ലായിടത്തും ഇഫ്താർ വിരുന്ന് നടത്താറുണ്ട്. ആ ഇഫ്താർ വിരുന്നിൽ നമ്മളെല്ലാവരും പങ്കെടുക്കാറുണ്ട്. പിന്നെ ഓട്ടും ഇഫ്താറുമായി നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു വേണ്ട. അതിലെന്താണ് ബന്ധം? ഓണം നമ്മൾ കണിശമായി പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട. നമ്മൾ ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട, നമ്മൾ കർക്കശമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ SDPIക്കാരുടെ കൂടാരത്തിലോ ഒരു ജമാഅത്തിലാണ് പോയിട്ടില്ല. നമ്മളൊരാളും ഇവരൊക്കെ തന്നെയാണ് ബായ് എല്ലാ കാലത്ത് നിന്നിട്ടുള്ളത്. കോൺഗ്രസും മുസ്ലിം ലീഗും BJPയും നിയമത്തുണ്ടല്ലോ. ഇല്ലെങ്കിൽ നേമത്ത് എങ്ങനെയാണ് 13,000 വോട്ടിലേക്ക് ചുരുങ്ങുന്നത്? 13,000 വോട്ടിലേക്ക് എങ്ങനെ ചുരുങ്ങും? 13,000 വോട്ടിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങുന്നത് കോൺഗ്രസ്? എങ്ങനെയാണ് അല്ല, അത് രാജ്യദ്രോഹ കേസിൽ ഇവിടുന്ന് NIA കൊണ്ടുപോയ SDPIയുടെ നാഷണൽ പ്രസിഡന്റ് ഫൈസിയുടെ കൂടെയാണ് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്നത് സ്ഥാനാർത്ഥി. ഒരു വർഗീയവാദികളുടെയും അടുക്കൽ പോയിട്ടില്ല, അവരോട് വോട്ട് ചോദിച്ചിട്ടില്ല. നമ്മൾ കർശനമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പിന്നെ ഇവിടെ നേമത്തെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിൽ BJPയും കോൺഗ്രസും എല്ലാം മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അത് KG മാരാർ മത്സരിക്കുന്ന അടക്കം ആ സമയത്തടക്കം ഇവിടെ കോലീബി സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോലീബി സഖ്യം 2016 നേമത്തുണ്ടായി. അന്ന് സുരേന്ദ്രൻപിള്ള
ശിവൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കി. അന്ന് 13,000 വോട്ട് പിടിച്ചു. അന്ന് രാജഗോപാൽ ഇവിടെ BJP അക്കൗണ്ട് തുറന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ തവണ കുമ്മന രാജശേഖരൻ വന്നു. കുമ്മന രാജശേഖരൻ വരുമ്പോ നിയമം ഗുജറാത്ത് ആണെന്ന് പറഞ്ഞു. നിയമത്തെ ജനങ്ങൾ പറഞ്ഞു നിയമം ഗുജറാത്ത് അല്ല, നിയമം വി ശിവൻകുട്ടിക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വി ശിവൻകുട്ടി ജയിച്ചു. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ഒരു സംശയം വേണ്ട. BJPയും കോൺഗ്രസും വേണ്ട, ഒരു ബായ് ആയില്ലെങ്കിൽ ഇവിടെ നിയമത്ത് BJPയും കോൺഗ്രസും ബായ് ആയില്ല എങ്കിൽ ഒരു സംശയവും വേണ്ട. നിഷ്പ്രയാസം കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, നിയമത്തിന്റെ വികസന നായകൻ വി ശിവൻകുട്ടി കേരളത്തിന്റെ നിയമസഭയിൽ 2026 മെയ് മാസത്തിൽ പോകുമെന്നതിൽ യാതൊരു സംശയവും